ഇന്നത്തെ അതിഥി ഡോക്ടർ എം ലീലാവതി, അധ്യാപിക, എഴുത്തുകാരി, സാംസ്കാരിക പ്രവർത്തക എന്നീ നിലയിൽ ലീലാവതി ടീച്ചർക്ക് ഒരു മുഖവുരയുടെ ആവശ്യമില്ല. സാഹിത്യരംഗത്ത് മിക്കവാറും എല്ലാ പുരസ്കാരങ്ങളും കരസ്ഥമാക്കിയിരിക്കുന്നു. ഏതൊക്കെ പുരസ്കാരം നേടി എന്ന് പറയുന്നതിനേക്കാൾ നേടാത്ത ഏതെങ്കിലും പുരസ്കാരമുണ്ടോ എന്ന് ചോദിക്കുന്നതാവും ശരി. ഏറ്റവും ഒടുവിൽ ദോഹ മലയാളികളുടെ വൈക്കം മുഹമ്മദ് ബഷീർ പുരസ്കാരത്തിന് ടീച്ചർ അർഹയായിരിക്കുകയാണ്. ടീച്ചർ ദീർഘകാലം അധ്യാപികയായി കേരളത്തിലെ പ്രശസ്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായ മഹാരാജാസ് കോളേജ്, പാലക്കാട് വിക്ടോറിയ കോളേജ് എന്നിവിടങ്ങളിൽ പഠിപ്പിച്ച ഒരു വ്യക്തിയാണ് ടീച്ചർ. വലിയ ശിഷ്യ സമ്പത്തുമുണ്ട്. യഥാർത്ഥത്തിൽ ഒരു അധ്യാപിക ആകണമെന്ന് ടീച്ചർ ആഗ്രഹിച്ചിട്ടുണ്ട്? ഞാൻ അധ്യാപിക ആകണമെന്നേ ആഗ്രഹിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് ശരി. അത് ആദ്യകാലത്ത്, അതായത് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ആഗ്രഹങ്ങൾ വ്യത്യസ്തമായിരുന്നു. ഒരു ഡോക്ടർ ആവണം എന്നൊക്കെ മോഹം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ വിദ്യാഭ്യാസമൊന്നും ആ വഴിക്കല്ല ഉണ്ടായതെന്നുള്ളത് കൊണ്ട് ഗ്രാജുവേഷൻ ആ കാലഘട്ടമൊക്കെ ആയപ്പോഴേക്കും പിന്നെ അധ്യാപിക എന്നുള്ളത് മാത്രമായി ലക്ഷ്യം. മലയാളം അധ്യാപികയായി തീർന്നത് മലയാളം ഐച്ഛിക വിഷയമായി എടുത്ത് പഠിക്കാനുള്ള താല്പര്യം കൊണ്ടാണ്? അത് അങ്ങനെ പറഞ്ഞുകൊണ്ടാ. മലയാളത്തിൽ പിന്നെ കൊച്ചി രാജ്യത്ത് SSLC പരീക്ഷയ്ക്ക് മലയാളത്തിൽ ഫസ്റ്റായിട്ട് പാസ്സായി. അപ്പോൾ ആ നിലയ്ക്ക് ശ്രദ്ധിക്കപ്പെട്ടു. കോളേജിൽ വന്ന് പഠിക്കുന്ന കാലത്ത് വേറെ ചില കാരണങ്ങളെ കൊണ്ടും അന്നത്തെ പ്രിൻസിപ്പൽ പി ശങ്കരൻ നമ്പ്യാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ അദ്ദേഹം നിർബന്ധമായിട്ട് പറഞ്ഞു മലയാളം എടുത്ത് പഠിക്കണമെന്ന്. പക്ഷെ എനിക്ക് താല്പര്യം ശാസ്ത്ര വിഷയങ്ങളായിരുന്നതുകൊണ്ട് ഞാൻ ചേർന്നത് കെമിസ്ട്രി BScക്കാണ്. എങ്കിലും അദ്ദേഹം അത് മനസ്സിലാക്കിയിട്ട് വീണ്ടും വിളിപ്പിച്ചിട്ട് മലയാളം പഠിച്ചാൽ മതി എന്ന് നിർബന്ധമായിട്ട് പറയുക മാത്രമല്ല, ട്രാൻസ്ഫേർട്ട് മലയാളം എന്നങ്ങ് എഴുതി കയ്യിൽ തന്ന് മലയാള ക്ലാസ്സുകളിലേക്ക് അങ്ങോട്ട് പറഞ്ഞയച്ചു. ശാസ്ത്ര വിഷയം എടുത്ത് കെമിസ്ട്രി BScക്ക് പോകാനുള്ള പ്രേരണ എന്തായിരുന്നു ഉദ്ദേശം? ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ഓപ്ഷണൽ സബ്ജക്റ്റ് കെമിസ്ട്രി ആയിരുന്നു. അന്ന് കെമിസ്ട്രി പഠിപ്പിച്ചിരുന്ന അധ്യാപകൻ ഒരു രാമേന്ദ്രയ്യരാണ്. വളരെ മനോഹരമായിട്ട് കെമിസ്ട്രി പഠിപ്പിച്ചിരുന്നത്. അതുകൊണ്ടും കൂടി ആയിരിക്കാം കെമിസ്ട്രിയിൽ താല്പര്യം. പിന്നെ കെമിസ്ട്രി എന്നുള്ള വിഷയം എന്തോ ഈ പഞ്ചഭൂതങ്ങളെ സംബന്ധിച്ച തത്വങ്ങൾ, പിന്നെ ഭാരതീയ തത്വശാസ്ത്രത്തിലുള്ളതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി എലിമെൻറ്റ്സ് അതിലൊക്കെ എത്രയോ അധികം എന്നുള്ള ആ ഒരു തോന്നൽ വരിക, ആ എലിമെൻസിനെ കുറിച്ച് പഠിക്കുക, പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ഒരു വീക്ഷണം, ഒരു നിരീക്ഷണം കെമിസ്ട്രിയിലൂടെ കിട്ടുന്ന അങ്ങനെയൊക്കെ ഒരു ധാരണ. ഇത് ഈ പറഞ്ഞ പദങ്ങളോ ഭാഷ ഒന്നും അന്ന് മനസ്സിലില്ലെങ്കിലും ലോകം അറിയാൻ ഈ കെമിസ്ട്രി വളരെ സഹായിക്കുന്ന ഒരു തോന്നലുള്ളതുകൊണ്ടോ എന്തോ എനിക്ക് അതിനോടൊരു അഭിനിവേശം ഉണ്ടായിരുന്നു. പക്ഷേ രസതന്ത്രത്തിൽ നിന്ന് മലയാളത്തിലേക്ക് വരികയും ആ മലയാളത്തിൽ മുഴുവൻ താല്പര്യവും മലയാളത്തിലായി മാറുകയും ചെയ്തത് എന്തുകൊണ്ടാണ്? അത് മലയാളത്തിലേക്ക് വന്നത് ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ പശ്ചാത്തലം. അങ്ങനെ മലയാളത്തിൽ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. ഞാൻ കുട്ടിക്കാലം മുതലൊക്കെ സാഹിത്യത്തിൽ കുറച്ച് താല്പര്യമുള്ള ആളായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് വലിയ സാഹിത്യ ആസ്വാദിക എന്നുള്ള നിലയ്ക്ക് സാഹിത്യത്തോട് ബന്ധമുണ്ടായിരുന്നു. അങ്ങനെ ധാരാളം കവിത വായിച്ചിട്ടുണ്ട് കുട്ടിക്കാലത്ത്. ആശാൻ്റെ ലീലയും നളിനിയും ഒക്കെ അമ്മ എഴുതി വെച്ച നോട്ട് ബുക്കിൽ നിന്ന് മുഴുവൻ കാണാപ്പാഠം പഠിച്ചിരുന്നു ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത്. അങ്ങനെ സാഹിത്യത്തിനോട് വല്ലാത്തൊരു അഭിനിവേശം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് മഹാരാജാസ് കോളേജിൽ വന്നതിന് ശേഷം കുറുപ്പ് മാഷ് മലയാളം അധ്യാപകനായിരുന്ന കാലമാണ്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായും മലയാളം പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ രണ്ടും കൂടി സാധിക്കില്ലായിരുന്നു ആ കാലത്ത്. കെമിസ്ട്രി BSc എടുക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, പിന്നെ കെമിസ്ട്രിയിൽ താല്പര്യമുണ്ട്, കെമിസ്ട്രി പഠിക്കണം. പക്ഷേ കെമിസ്ട്രി BA എന്നൊരു പാഠ്യപദ്ധതി ഇല്ലാണ്ടായി. 4 കൊല്ലം മുമ്പ് വരെ ഉണ്ടായിരുന്നു. അതുണ്ടായിരുന്നെങ്കിൽ ഞാൻ അതെടുത്തേനെ. അപ്പോൾ രണ്ടും പഠിക്കാമല്ലോ, ശാസ്ത്രവും മലയാളവും. ഇത് BSc വന്നതോടുകൂടി പിന്നെ നിവൃത്തിയിലുണ്ടായി. അപ്പോൾ അതുകൊണ്ട് മലയാളം ഉപേക്ഷിച്ചളയാമെന്ന് വിചാരിച്ചിട്ട് കെമിസ്ട്രി തിരഞ്ഞെടുത്തെങ്കിലും ഒടുവ് വിധി ഇങ്ങനെയാണ്. ഈ അധ്യാപിക എന്നുള്ള നിലയ്ക്ക് പാഠ്യഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും വിമർശനത്തിലേക്ക് നമ്മളുടെ മനസ്സ് നീങ്ങുമല്ലോ. അങ്ങനെ വിമർശനങ്ങൾ എഴുതാൻ തുടങ്ങി. അങ്ങനെ ക്രമേണ രസതന്ത്രത്തിൽ താല്പര്യവുമായി കോളേജ് വിദ്യാഭ്യാസത്തിന് ഇറങ്ങിയ ടീച്ചർ അവസാനം മലയാള സാഹിത്യത്തിലാണ് ചെന്നെത്തിയത്. ഈ സാഹിത്യത്തിനൊരു രസതന്ത്രമുണ്ടോ? തീർച്ചയായിട്ടും. സാഹിത്യമാവുന്നത് അതിലെ രസതന്ത്രം കൊണ്ടാണ് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതായത് നവരസാത്മകമാണല്ലോ ഏത് സാഹിത്യ സൃഷ്ടിയായാലും ശരി. അത് നവരസങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് പ്രാമുഖ്യം, മറ്റതെല്ലാം അംഗങ്ങളായിട്ട് വരും. അങ്ങനെ മനുഷ്യ മനസ്സിലെ മൗലികമായ സ്ഥായി ഭാവങ്ങൾ അത് സാധാരണീകൃതമാകുമ്പോൾ അതിനാണ് രസം എന്ന് പറയുന്നത്. ആ സാധാരണീകൃതമാകുന്ന ആ പ്രക്രിയ ഒരു രസതന്ത്രമാണ്.
അല്ല, ഒരു നല്ല സാഹിത്യ വിമർശകയാകാൻ രസതന്ത്രത്തിലും ഒരു ജ്ഞാനം വേണമെന്ന് ടീച്ചർക്ക് അഭിപ്രായമുണ്ട്. അത് കെമിസ്ട്രി പഠിച്ചാലേ സാഹിത്യ നിരൂപണം പറ്റൂ എന്നുള്ള വിചാരമൊന്നുമില്ല. പക്ഷേ എല്ലാ ശാസ്ത്രവും, കെമിസ്ട്രി മാത്രമല്ല, ഏത് ശാസ്ത്രത്തിലും മൗലിക പരിജ്ഞാനം ഉണ്ടാവുന്നത് സാഹിത്യ നിരൂപണത്തിന് വളരെയധികം സഹായിക്കും എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. ഒരു അധ്യാപിക എന്ന നിലയിൽ ഉള്ള ജീവിതത്തിൽ പൂർണ്ണ സംതൃപ്തിയാണോ ടീച്ചർക്ക്? അതെ, തീർച്ചയായിട്ടും. എനിക്ക് ഞാൻ ചെയ്യേണ്ട കൃത്യം ചെയ്യാൻ കഴിവ് അനുസരിച്ച് പരമാവധി കഴിവനുസരിച്ച് ചെയ്തു എന്നുള്ള ചാരിതാർത്ഥ്യമുണ്ട്. പിന്നെ വിദ്യാർത്ഥികൾ ഒരിക്കലും എനിക്ക് എൻ്റെ അധ്യാപന രീതി അവർക്ക് സ്വീകാര്യമല്ല എന്നുള്ളൊരു തോന്നൽ എനിക്ക് ഉണ്ടാവാൻ ഒരു സന്ദർഭം ഉണ്ടാക്കിയിട്ടില്ലാത്തതുകൊണ്ട് കൂടുതൽ വിദ്യാർത്ഥികളുടെ നന്മ കൊണ്ടെന്ന് പറയട്ടെ. ഏതായാലും എനിക്ക് ചാരിതാർത്ഥ്യമേ ഉള്ളൂ അധ്യാപിക.